സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ നോമ്പിന്റെ പുണ്യദിനങ്ങളിലൂടെയാണ് നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പൊന്നു തമ്പുരാന്റെ രക്ഷാകരമായ പീഡാനുഭവവും കുരിശുമരണവും ഉയർത്തെഴുന്നേൽപ്പും ഏറെ സ്നേഹത്തോടെയും ഏറെ പ്രതീക്ഷയോടെയും ഏറെ വിശ്വാസത്തോടെയുമാണ് നാം നോക്കിക്കണ്ടുകൊണ്ടിരിക്കുക. ഈ യാത്രയിൽ ഇന്ന് നമുക്ക് ചിന്തിക്കാൻ ലഭിച്ച വചനം വളരെ ചിന്തിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. ഈശോ പറയുന്നു, ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല. ഇന്ന് നാം നമ്മുടെ സമൂഹത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാണുന്ന ഒത്തിരി തിന്മകൾ, ഒത്തിരി പ്രശ്നങ്ങൾ, ഇതിനെല്ലാം എനിക്ക് തോന്നുന്നു ഒരു പരിഹാരവും ഇവിടെ തമ്പുരാൻ പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മളെ കേട്ടിട്ടുണ്ട്, മോഡേൺ പ്രോബ്ലംസ് നീഡ് മോഡേൺ സൊല്യൂഷൻസ്. അത്തരത്തിൽ ഈശോയും പറയുന്നത് അത് തന്നെയാണ്. പുതിയതിന് പുതിയ തോൽക്കുടം തന്നെ വേണം. ആരും പുതിയതിലേക്ക് പഴയ വീഞ്ഞ് ഒഴിക്കാറില്ല. അത് മറ്റൊന്നുമല്ല, അത് യോജിച്ചെന്ന് വരത്തില്ല. ആ കുടം പൊട്ടിപ്പോകും. എനിക്ക് തോന്നുന്നു ലോകാരംഭം മുതൽക്ക് ലോകാവസാനം വരെയും സകല പ്രശ്നങ്ങൾക്കും, ഭൂമിയിലുള്ള സകല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം തന്നുകൊണ്ടാണ് ഈശോ ഇന്നും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, സ്നേഹം. സ്നേഹത്തിനെ വീണ്ടെടുക്കാനാവാത്ത ഒന്നുമില്ല. സ്നേഹത്തിന് തിരിച്ചെടുക്കാനാവാത്ത ഒന്നുമില്ല. സ്നേഹത്തിന് തിരുത്താൻ കഴിയാത്ത ഒന്നുമില്ല. അത്തരം നമ്മുടെ ആദ്യ സ്നേഹത്തിലേക്കുള്ള ഒരു യാത്ര കൂടി ആവട്ടെ ഈ നോമ്പുകാലം. നമ്മുടെ ആദ്യ സ്നേഹത്തിലെ ആ കണ്ടെത്തലാവട്ടെ ഈ നോമ്പുകാലം. കൂടെയുള്ളവനെ ചേർത്ത് പിടിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, നമ്മുടെ കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി അവരെ നമ്മുടെ പ്രാർത്ഥനകൾ ഇടം നൽകി ജീവിതത്തിൽ മുന്നേറുമ്പോൾ നമ്മുടെ കൂടെ അവരെയും കൂടെ കൊണ്ടുപോകാൻ ഈ അനുയാത്ര നമ്മളെയും സഹായിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.